അങ്ങനെ നെറ്റ് കാസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം നെറ്റ് കാസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷേ നെറ്റിൽ മീനൊന്നും അടിക്കുന്നില്ല. അങ്ങനെ നെറ്റ് പരാജയമായി പോയപ്പോഴാണ് ഞങ്ങൾ ചെമ്മീൻ കോർത്തിട്ടാണ് ഞങ്ങൾ കാസ്റ്റ് ചെയ്ത്. അതിൽ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ചെമ്മീനിൽ കിട്ടിയിട്ടുള്ള ആദ്യത്തെ മീനാണ് കേട്ടോ. ഫ്ലൈവുഡ് എന്ന് പറയും, അവനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമതൊരു മീനും കൂടി അടിച്ചിട്ടുണ്ട്. അവനും ഫ്ലൈവുഡ് തന്നെയാണ് അടിച്ചിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത ഒരു വലിപ്പമുള്ളൊരു മീൻ തന്നെയാണ് ഞങ്ങൾക്ക് അടിച്ചിട്ടുള്ളത്, ഫ്ലൈവുഡ്. ഇതാണ് ഞങ്ങളെ രണ്ടാമത്തെ മീൻ. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ഇവനാണ് മൂന്നാമത്തെ ഫ്ലൈവുഡ്. ഒരു 1.5 കിലോൻ്റെയൊക്കെ തൂക്കം വരും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കെ, ബായ്. അപ്പോൾ നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചു കൂടുന്ന മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യാണ്, ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് തൊലിയിരിക്കുന്നൊരു മീനാണ്, ക്യൂൻ ഫിഷ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ നേരെ തൊലിയിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവൻ തൊലിയൊക്കെ ഒലിച്ച് വരഞ്ഞ് മസാലയൊക്കെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ മീൻ കട്ട് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടുണ്ട്. എത്രയും സിമ്പിളായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സിമ്പിളായിട്ട് ഇതിൻ്റെ തൊലി ഇരിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ. അപ്പോൾ ഇനി ഈ ഫിഷിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ അടുത്ത പരിപാടി ഇവനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതായിരിക്കും. ഇത് ഷേരി എന്ന് പറയുന്നൊരു ടൈപ്പ് മീനാണ് കേട്ടോ. നമ്മൾ കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ തന്നെയാണ് ഇത്. നമ്മളെ ഈ സിലോപ്പി മാതിരിയൊക്കെയാണ്. ഇതിന് ചെറിയൊരു മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുതുകിൽ. അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മേല് ഉള്ളത് ചെളുക്കയാണ്, ചെതമ്പൽ എന്ന് പറയും. ആ സാധനം നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ മസാല വയ്ക്കാം. അപ്പം നമ്മൾ അടുത്തത് മസാലയൊക്കെ തേച്ചിട്ടുള്ള മീനിനെ നേരെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന കേട്ടോ. അത് നേരെ ഇതിൽ എണ്ണയിലൊക്കെ ഒന്നിട്ടിട്ട് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ മീനൊക്കെ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഓക്കെ, പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ മീനൊക്കെ സെറ്റായിട്ടാ, മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള അടുത്ത പരിപാടി. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഉണ്ട്, മീനുണ്ട്, സാലഡുണ്ട്, അച്ചാറുണ്ട്, പരിപ്പ് കറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഓക്കെ, ബായ്.